നമുക്കിന്ന് ബ്ലൂ മൗണ്ടൻ നാഷണൽ പാർക്കിലുള്ള ഒരു അടിപൊളി കേവ് കാണാൻ പോയാലോ. ആ കേവിൻ്റെ പേരാണ് റെഡ് ഹാൻഡ്സ് കേവ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനും ബേസിലും കൂടിയാണ് ഇത് കാണാൻ പോകുന്നത്. ബേസിലിന് ഈ ഏരിയയെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറില്ല. അപ്പോൾ അത് കാരണം ഞാനും ഇവിടെ ആദ്യമായിട്ടാണ്. ഞങ്ങൾ പാർക്കിങ്ങിലെത്തി. ഇവിടെ നിന്ന് എന്തോരം നടക്കണം ബേസിലെ? നമുക്ക് ഒരു കിലോമീറ്ററിന് അടുത്തുണ്ട്. 1 മണിക്കൂർ കാനന പാതയിലൂടെയുള്ള യാത്രയാട്ടെ ഞങ്ങൾ. ഇങ്ങനെ നടന്ന് അവസാനം ഒരു കേവിലെത്തുന്നാണ് പറയണേ. പിന്നെ ഇവിടെ പാമ്പുണ്ടല്ലേ? പാമ്പിന്റെ ശല്യം. അപ്പോൾ പാമ്പിനെയൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഇനി പാമ്പിനെ കണ്ടില്ല എന്നുള്ള പരാതി ഒന്നും വേണ്ട. ഈ ബ്ലൂ മൗണ്ടൻ സൈഡിലായിട്ട് പോരെ, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും. പിന്നെ പാമ്പൊന്നും അങ്ങനെ ഉപദ്രവിക്കില്ല കേട്ടോ. നമ്മൾ മനുഷ്യൻ്റെ അത്രയും ഉപദ്രവിക്കണ സാധനം ഈ ലോകത്ത് വേറെ ഇല്ല. അത് കാരണം പേടിക്കണ്ട. ഇതൊക്കെ തീരെ നിവൃത്തിയില്ലെങ്കിൽ അല്ലേ നമ്മളെ ഉപദ്രവിക്കും, അത്രേ ഉള്ളൂ. ഇന്നിപ്പോൾ ബാങ്ക് ഹോളിഡേ വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട്. നല്ല വെതറും തണുപ്പുണ്ട്, ചെറിയൊരു കാറ്റും ഉണ്ടെന്നുള്ളൂ. ബാക്കി അതൊക്കെ അങ്ങനെ നടന്ന് ഞങ്ങളിങ്ങനെ ഏകദേശം കേവിൻ്റെ അടുത്ത് എത്താറായി. കേവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്ര വമ്പൻ കേവായിട്ട് പ്രതീക്ഷിക്കരുത്. പക്ഷേ ഒരു നല്ലൊരു അടിപൊളി കാടിൻ്റെ നടുക്ക് അന്യായ വ്യൂ ഉള്ളൊരു ഏരിയ കേട്ടോ. മരമൊക്കെ ചാടിക്കിടന്നിട്ടുണ്ട് കാരണം അതിങ്ങനെ മൊത്തം പാറയും സെറ്റപ്പ് കേട്ടോ. കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. കടിച്ചു വെച്ച് കൈ വെച്ച് തുപ്പിയേക്കണം. അതുണ്ടോ അത് കേവിൽ ഇങ്ങനെ ഈ പടം വരച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ എന്താ പറയുക ആർട്ട് വർക്കാലോ ഇതെല്ലാം അതിൻ്റെ കേട്ടോ. മൊത്തം പാറകൾ തന്നെ. അത് നല്ല രസമുണ്ടല്ലേ? ഓക്കെ, നമ്മളിങ്ങനെ പോകണം. ചുറ്റുമുള്ളൊരു സംഭവം കണ്ടോ? ചുറ്റും നല്ല കണ്ടങ്ങനെ കാടൊക്കെ പിടിച്ചിട്ട് നല്ല പാറക്കെട്ടുകൾ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഈ വന്ന ഒരു ഇതിൻ്റെ ചുറ്റും കാണിച്ചു കേട്ടോ. ഇതെന്ന് പറയുന്നത് മൊത്തം മഴയാണെങ്കിലും ഒട്ടും നമ്മൾ നനയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഒത്തിരി ആളുകൾ വരുന്നുണ്ട് കേട്ടോ. ഇതായത് ഹിസ്റ്ററി എഴുതിയിട്ടുണ്ടല്ലേ? ഉണ്ടോ? ഇത് എന്താണ് സംഭവം അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതേപോലെയാണ് അവരവരിങ്ങനെ കളറ് വായിൽ വെച്ചിട്ട് ഇങ്ങനെ ചവച്ചിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ സ്പിറ്റ് ചെയ്യും. അപ്പം അന്നേരം അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കോഡ്